ബിഗ് ബോസിലെ റാണി, നാടക റാണി. അങ്ങനെ പി ആർ ജയിച്ചു, ജനങ്ങൾ തോറ്റു. എന്തായാലും മലയാള ബിഗ് ബോസ് ചരിത്രത്തിലെ അൺഫെയർ വിന്നർ ഈ വ്യക്തിയായിരിക്കും. പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. ആ വ്യക്തിയാണ് അവിടെ കപ്പെടുത്തത്. പിന്നെ ജനങ്ങൾക്കിടയിൽ അനീഷണ്ണൻ വിന്നറാണ്. എന്തുവാടേ ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. ഓക്കെ, ഇനി ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരും വോട്ട് ചെയ്യരുത്. പി ആർ കളിക്കും. നമ്മളെ വോട്ടിനൊന്നും ഒരു വിലയില്ല. പി ആർ കളിക്കും. അവര് വോട്ട് മറിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, പി ആർ കളിക്കും. ഇനി അങ്ങോട്ട് നമ്മളെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല ഷോ പോണത്. അവര് തീരുമാനിക്കും, പി ആർ തീരുമാനിക്കും. നല്ല കളിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കളഞ്ഞു. അവരുടേതായ ഇഷ്ടങ്ങളും കൊണ്ടാണ് വോട്ടിട്ട് ജയിപ്പിച്ചത്. ഓക്കെ, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് കണ്ടിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവണല്ലോ ദൈവമേ. അങ്ങനെ ഉണ്ടേ, ഒരു ഡിസർവിങ് പേഴ്സണിന് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഈ അധ്യായം അടഞ്ഞു. ബിഗ് ബോസ് അധ്യായം അടഞ്ഞു. അടുത്ത വർഷം കാണുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് തീരുമാനിക്കും. ഈ ഷോ ഉറപ്പായിട്ടും മോനെ, ഇങ്ങനെ പോയ എന്തിനു കാണുന്നത് ഈ ഷോ? അവന്മാരെ കള്ള വോട്ടിനും നമ്മൾ എന്തിനു കാണണം പ്രേക്ഷകര്? അതിന്റെ ആവശ്യമില്ല. എന്തായാലും ആലോചിച്ചിട്ടേ ഇനി അടുത്ത സീസൺ ഞാൻ കാണുള്ളൂ, വീഡിയോ ഇടുള്ളൂ. ഞാൻ അത് ഉറപ്പിച്ചു. കാരണം ഇമാതിരി പറയാനില്ലടേ അമിച്ചോ. പിന്നെ വിട്ടേക്ക്, പരിപാടി കഴിഞ്ഞു. അവരവരെ വിന്നറും അതും ഇതെന്നൊക്കെ പറഞ്ഞ് പോട്ടെ. ചീത്ത വിളിക്കാനോ പോകാനോ അല്ലെങ്കിൽ അവരെ പോയി ഓരോന്നും പറയാനൊന്നും പോകാൻ നിൽക്കണ്ട. അതുകൊണ്ട് അവരെ വിട്ടേക്കും. ഒന്നും പറയാൻ നിൽക്കണ്ട ഗൈസ്. നെഗറ്റിവിറ്റി വിട്. അവര് വിന്നറായി, അവര് പോട്ടെ, അവരെ കാര്യം നോക്കി പോട്ടെ. നമ്മൾ മൈൻഡ് പോലും ആക്കണ്ട. പിന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും പോയി ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ അവസരത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക, വിട്ടേക്ക്. അവരെ കാര്യം നോക്കി അവർ പോയി. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്ക് പറയാം. അപ്പൊ ബിഗ് ബോസ് അധ്യായം അടഞ്ഞു. അടുത്ത വർഷം ഞാൻ ആലോചിച്ചിട്ടേ ഈ ഷോ കാണുള്ളൂ. അപ്പൊ ഓക്കെ.